ഒരു വെടിനിർത്തലിൻ്റെ ആശ്വാസത്തിലായിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ ഈ പുതിയ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആ വെടിനിർത്തലിന് നേതൃത്വം വഹിച്ചവരുടെ നെഞ്ചിന് നേരെ വിദ്വേഷത്തിൻ്റെ വെടിയുണ്ട പാഞ്ഞു വരുന്നതിന് സാക്ഷികളാകേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയാണ്, സങ്കടകരവും അസ്വസ്ഥജനകവുമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ജനത കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ജനത മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും കടന്നു പോകുന്നത്. എന്താണ് ഇന്ത്യയുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുറൈഷിയും അതുപോലെ തന്നെ മിസ്രിയും ചെയ്ത പാതകം? യുദ്ധം അവസാനിപ്പിക്കുന്നതിന്, വെടിനിർത്തലിന് ഒരു രാഷ്ട്രം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കേണ്ട, ആ തീരുമാനം ജനങ്ങളോട് പറയേണ്ട തങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചതാണോ അവർ ചെയ്ത പാതകം? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഗുജറാത്ത് വംശഹത്യയുടെ അവതരണവും ഇന്നത്തെ ഈ സംഭവവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരൊറ്റ തവണ നമ്മൾ ആലോചിച്ചാൽ ഇവ തമ്മിലുള്ള നിരവധി സാമ്യങ്ങൾ, സാദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായും വ്യക്തമാകും. താരതമ്യത്തിൻ്റെ പഴയ അക്കാദമിക് മാനദണ്ഡങ്ങൾ മാത്രം വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയില്ല. ഞാൻ വിവക്ഷിക്കുന്നത് ഒരു വിവരണവും കൂടാതെ ഇന്നത്തെ പത്രം വായിച്ച എല്ലാവർക്കും അറിയാവുന്ന മധ്യപ്രദേശിലെ ഒരു മന്ത്രി, BJPയുടെ സമുന്നതനായ നേതാവ്, ചില്ലറക്കാരനല്ല നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, കുൻവർ വിജയ് ഷാ, അദ്ദേഹം കേണൽ സോഫിയ ഖുറൈഷിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരാളും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഏറ്റവും നിന്ദ്യമായ, നീചമായ, അപരിഷ്കൃതത്വത്തിൻ്റെ ഭാഷയെന്ന് മധ്യപ്രദേശിലെ കോടതി നിരീക്ഷിച്ച ആ പ്രയോഗം ഭീകരവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറൈഷി. എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് അന്വേഷണത്തിൻ്റെ പിന്തുണയിലാണ് ഇന്ത്യയുടെ അഭിമാനമായ, നമ്മുടെ പട്ടാളത്തിൻ്റെ ആവേശമായ, നിരവധി പുരസ്കാരങ്ങൾ മുമ്പേ കരസ്ഥമാക്കിയ കേണൽ സോഫിയ ഖുറൈഷിയെക്കുറിച്ച് വളരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി, അതും അദ്ദേഹം പ്രസംഗിച്ചത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വെറുപ്പും വിദ്വേഷവും മാത്രം വമിപ്പിക്കുന്ന ഏതെങ്കിലും തെരുവ് യോഗത്തിലല്ല, RSSൻ്റെ ശാഖകളിലല്ല, മറിച്ച് ഒരു സർക്കാർ പരിപാടിയിലാണ്